ഹലോ കൂട്ടുകാരി, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറച്ചധികം തിരക്കുകളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അതിനൊരു ഫൈനൽ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ അധികം വൈകാതെ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈവനിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ, ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കിയതോ. അപ്പോൾ അതിന് വരുത്തുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് പഴമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടങ്ങ് പഴുത്ത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ആ ഒരു ഫോമിലേക്ക് ആയിട്ടില്ല, പക്ഷെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു കിഡിലൻ പഴംപൊരി അടിപൊളി തണുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്, അതും നമ്മുടെ വിറകടുപ്പിൽ. അപ്പോൾ ഇതാ വിറകടുപ്പ് ഞാൻ ഓൾറെഡി ഇതാ കത്തിച്ചിട്ടുണ്ടേ. അപ്പോൾ കത്തിച്ചത് മാത്രമല്ല, നമ്മളിതാ ചട്ടിയും ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരിയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വന്നിട്ടുള്ള ഒരു കൊല കുറച്ച് ദിവസമായപ്പോഴത്തേനും അങ്ങ് നന്നായിട്ടങ്ങ് പഴുത്തു. പിന്നെ ഒരുപാടെല്ലാം പഴുത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, പെട്ടെന്ന് നന്നായിട്ടങ്ങ് പഴുത്തോളും. നല്ലോണം പഴുത്തോടെ നല്ലൊരു മണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കേണ്ടതായിട്ട് നമ്മുടെ ബാറ്ററൊക്കെ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വന്നപ്പോഴത്തേനും തീയൊക്കെ നോക്കി 2 വിറകെ വെച്ചിട്ടുള്ളത് നമ്മുടെ അലകുണ്ടല്ലോ, കവുങ്ങ് പൊളിച്ചത്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് കത്തുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ചൂടായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ബാറ്റർ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബാറ്ററാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെപ്പോഴും പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരുപാട് അങ്ങനെ ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ പോലും ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പാളി പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ട്, അപ്പോൾ അവരൊന്നും മൈൻഡാക്കണ്ട. അപ്പോൾ ഒരുപാട് ലൂസാക്കാതെ നമുക്ക് ഈ ഒരു പഴത്തിലേക്ക് ഇങ്ങനെ മുക്കിയെടുക്കുന്ന ടൈമിൽ ആ ഒരു പഴമായിട്ട് നന്നായിട്ട് ഡിപ്പായിട്ട് അതൊന്ന് പറ്റി പിടിക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അതിലേക്ക് പറ്റി പിടിക്കാതെ അങ്ങ് ഒഴുകി പോകുമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ബാറ്ററി നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2 മണിക്കൂറിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഞാൻ ഇട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം ഞാൻ മൈദ, അതുപോലെ തന്നെ കുറച്ച് കടലമാവും. നമ്മൾ മൈദ എത്ര എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗം കടലമാവും, അതുപോലെ തന്നെ ഒരു നുള്ളുപ്പും, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഴംപൊരി എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ള പഴം വെച്ചിട്ടാണല്ലോ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുക. അപ്പോൾ എന്നാലും നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് എത്രയാണോ അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രം പഞ്ചസാര എടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് പറഞ്ഞല്ലോ, അപ്പോൾ അത് നമ്മുടെ ആ ഒരു മധുരമൊക്കെ നന്നായിരുന്നു ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകവും അതേപോലെ തന്നെ ഏലക്കായും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചത് കൂടിയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ ഞാനിതിൽ ആ ഒരു സംഭവം കൂടി ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ എണ്ണയിലൊക്കെ ഇടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുമല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ അതൊരു ഏലക്കേൻ്റെയും അതേപോലെ നമ്മുടെ ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് നല്ല രീതിയിൽ ഇങ്ങനെ വരിക. അപ്പോൾ എന്തായാലും നമുക്കിത് എണ്ണ ചൂടായ അവസ്ഥയ്ക്ക് ആദ്യം കീറി എടുത്തുള്ള ആ ഒരു പഴം നന്നായിട്ട് ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി എന്തായാലും നമ്മുടെ ഒരു കണ്ണ് മാത്രമേ 2 കണ്ണ് അതിൻ്റെ സൈഡിൽ വേണ്ട, കാരണം നമ്മുടെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് തീ കത്തി കയറുന്നതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, കാരണം വേണ്ടി പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ അതിൻ്റെ ബാക്കി നമുക്കിനി പഴം കുറച്ച് പൊളിക്കാനുണ്ട്. അപ്പോൾ ഒരു സെറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചുകൂടി എണ്ണ ഉണ്ടത്, 2 കൂടി ഇടാറുണ്ടാലും ഞാനിപ്പോൾ പെട്ടെന്ന് എണ്ണ ചൂടായ അവസ്ഥയ്ക്ക് ഞാൻ എന്തായാലും 2 ഇട്ട് കൊടുത്തിരിക്കാൻ, എണ്ണ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പതുക്കെ കൊടുക്കാം, നമ്മുടെ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കീറിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കാരണം ഓൾറെഡി സൈഡിൽ കൂടെ കുറച്ച് എണ്ണയും കൂടി ഉണ്ടല്ലോ. പിന്നെ വിറകടുപ്പ് നന്നായിട്ട് കത്തുന്നതുകൊണ്ട് ആ ഒരു ട്രിപ്പിൽ തന്നെ അങ്ങ് ആയി കിട്ടി. പിന്നെ ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നു. നമ്മുടെ കുട്ടിമണി ഇതാ പുറത്തവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഉള്ളിൽ കയറ്റി ഇരിക്കുക ആളാട്ടോ. പക്ഷേ ഇതാ പുറത്ത് നേരെ ഇറങ്ങി പോയിരിക്കുന്നുണ്ടാലും പതുക്കെ പോയി പിടിച്ചിട്ട് വരണം, കാരണം നല്ല തണുപ്പൂടെ ആയിരുന്നല്ലോ. നല്ല തണുപ്പും ചീവിടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ബഹളം തന്നെയാട്ടോ. ഇന്ന് ഒരു പഴത്തിൽ ഞാനിപ്പോൾ 3 വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കീരി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നനുസരിച്ചിട്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം കീരി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പഴത്തിൽ 3 എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് തിക്നെസ്സും ഇല്ലെന്നോ ഒരുപാട് സോഫ്റ്റും അല്ല, ഒരു മീഡിയം ലെവലിലാണ് കിട്ടിയിട്ടുള്ളത്. തീ ഒരുപാടായപ്പോൾ ഞാൻ ഒരെണ്ണം, അതായത് വിറകിൻ്റെ എണ്ണം കുറച്ചിട്ട് തീയും ഒന്ന് കുറച്ചിരിക്കണം, അല്ലാതെ നല്ല രീതിയിലും കത്തി കയറും. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ആയിട്ടുള്ളത്. ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്കിനി പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള പഴം കൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഈ ഒരു പഴമൊക്കെ നന്നായിട്ടങ്ങ് പഴുത്തുണ്ട്, തോലൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടേ. അപ്പോൾ നല്ല പഴുത്ത് ഇങ്ങനെ ബ്ലാക്ക് കളറാകുമല്ലോ, അപ്പോൾ ആ ഒരു പഴത്തിൽ ഉണ്ടാക്കിയാൽ നല്ല കിടലൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ.
നോക്കിയാൽ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ട് ആ ഉള്ളിലുള്ള ഒരു സീഡൊക്കെ കാണാൻ തന്നെ നല്ല കളറും ഉണ്ട്, നല്ല ടേസ്റ്റും ആട്ടോ. അപ്പം എന്തായാലും നമുക്കിനി ബാക്കിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ പുറത്തുനിന്നൊരു മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പ് മഴയൊക്കെയുള്ള ടൈമിൽ ഇതുപോലെ ചൂട് പഴംപൊരി മുഖത്തിന് ഒരു ചൂട് ചായ വേണ്ടി ചോറിക്കല്ലേ നല്ല അടിപൊളി വൈബ് തന്നെയായിരിക്കും. പിന്നെ കൂടെ നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് സൗണ്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഉണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനായി. പിന്നെ പുറത്ത് കളിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സൗണ്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കും. ഒരു സൈഡ് ആയപ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിരിക്കുവാണ്. അതിനെന്തായാലും ആ ഒരു സൈഡിൽ നന്നായിട്ടൊന്ന് ആവട്ടെ കേട്ടോ. എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കുട്ടി എന്താ പരിപാടി? എന്താ പപ്പു? എന്താ പപ്പു? പഴം വെച്ചിട്ട് എന്താ പപ്പു ഉണ്ടാക്കണേ? പഴംപൊരി നോക്കട്ടെ, ഇവിടെ നോക്കി പഴം നോക്കട്ടെ. പഴംപൊരി ഇഷ്ടമാണോ? നമ്മുടെ കുട്ടിമണി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹെൽപ്പിന് വേറെ ആരും വേണ്ട കേട്ടോ. നോക്കി എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ സ്ഥിരം കലാപരിപാടിയായിട്ട് മാറിയിട്ട് നമ്മൾ എന്ത് പരിപാടിക്ക് വന്നാലും ഇതുപോലെ വാല് പോലെ തന്നെ കൂടെ ഉണ്ടാവും. നോക്കി ആ ആളുടെ സ്ഥിരം പരിപാടി ഇനിയും യാതൊരു മുടക്കം വരുത്താതെ ചെയ്തിട്ടുണ്ട്. അറിയില്ല കേട്ടോ ആള്. അപ്പോൾ ആ ടൈം ഒരു 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോയിട്ട് വിളക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ അച്ഛമ്മയും ആവണിക്കുട്ടിയും കൂടി വിളക്ക് വയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം തന്നെ വിളക്കെല്ലാം വെച്ച് നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ക്ലൈമറ്റൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കോടയും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയും കൂടി തുടങ്ങിയിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ചെറിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. അതായത് അടുക്കളത്തെ കുറച്ച് കലാപരിപാടി കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ വിളക്ക് വെക്കേണ്ട ടൈം ആയപ്പോഴത്തേന് നേരെ അടുക്കളയിൽ നിന്നൊരു സംഭവമൊക്കെ അടിച്ച് മാറ്റിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചോദിച്ചിട്ട് തരുന്നില്ല കേട്ടോ, ഒരു കാരണവശാലും തരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഒരു ചോദ്യം അങ്ങ് നിർത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടോ. പുറത്ത് നോക്കി നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള തണുപ്പ് തന്നെ ആയിട്ട് കേട്ടോ. കോടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടെങ്കിലും നോക്കി നന്നായിട്ടൊന്ന് ഇരുട്ടായി തുടങ്ങിയിട്ട് പിന്നെ കിളികളുടെ സൗണ്ടാട്ടോ. നല്ലൊരു വൈബ് തന്നെ കേട്ടോ. അവരുടെ സൗണ്ട് മുഖത്തിന് വൈകുന്നേരത്തെ ഒരു വിളക്കൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും അങ്ങനെ നോക്കിയിരുന്നാൽ ശരിയാവില്ല, കാരണം നമുക്കിനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പം എന്തായാലും അതുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ തണുപ്പിൻ്റെ ഒരു കാടിന് ഇങ്ങനെ കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഞങ്ങൾ മഞ്ഞ് പെയ്യുന്ന പോലെ ആയിരിക്കും. നമുക്കതിന് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ആയാലും അതേപോലെ തന്നെ പൂക്കളും ചെടികളും മൊത്തത്തിൽ ഇങ്ങനെ നനയും കിട്ടും. അത്രത്തോളം തണുപ്പായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ആളതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കളിക്കാനായിട്ട്. അതുപോലെ തന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്, എല്ലാവരുടെയും കുറഞ്ഞു. മാത്രമല്ല നമ്മുടെ അടുത്തൊരു ഓണം കൂടി ഇതാ വന്നെത്തിയില്ല. അപ്പം എന്തായാലും എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ഓണമല്ല കേട്ടോ. എന്തായാലും നമ്മുടെ പഴംപൊരി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചൂട് ചായയും പഴംപൊരി കൂടി കഴിക്കാം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താണ് ഞാൻ നമ്മുടെ ആളുകുട്ടിക്ക് പഴംപൊരി കൊണ്ടേ കൊടുത്തു നോക്കട്ടെ കേട്ടോ. ആളുകൾ അവിടെ എല്ലാം കേട്ടോ. അതായത് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നേരിട്ട് ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പോയി അവർക്ക് കൊടുത്തു നോക്കട്ടെ. ഇടയ്ക്ക് ഞാൻ ചായ കൂടി ഇട്ടുണ്ടായിരുന്നു. നോക്കി ചായ പഴംപൊരി കൂടി കഴിക്കുന്നത് നേരത ആളുടെ അടുത്ത് കൊടുത്തപ്പോഴാണെങ്കിൽ നോക്കി ഫോൺ കേട്ടോ കയ്യിൽ കുറച്ചൊരു 5 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ ഫോണൊക്കെ കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ ഫോണൊക്കെ നോക്കി ഇതാ പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കും. അപ്പോൾ നല്ലൊരു വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും.